ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. തരുൺമൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി വന്ന് ഈ വർഷം വമ്പൻ ഹിറ്റായി മാറിയ തുടരുമെന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഹിഡൻ ഡീറ്റെയിലുകളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. ഒരുപക്ഷെ ഇത്തരം ഡീറ്റെയിലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതായിരിക്കാം. എന്നിരുന്നാലും നിങ്ങൾ വിട്ടുപോയിട്ടുള്ള കുറച്ചെങ്കിലും ഡീറ്റെയിൽസുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനു മുന്നേ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പോയിലറായി പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ബെൻസ് എന്ന ക്യാരക്ടറിനെ ഒരു ആനയോട് ഉപമിച്ചുകൊണ്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടരുമെന്ന ചിത്രത്തിന്റെ പേര് എഴുതി കാണിക്കുന്ന സമയം അവിടെ കാണിച്ചു പോകുന്ന ആ 4 ആനകൾ ആ സമയം ശാന്തമായി കഴിയുന്ന ബെൻസിനെയും ഫാമിലിയെയുമാണ് സൂചിപ്പിക്കുന്നത്. പിന്നീട് ബെൻസ് വയലന്റായി മാറുമ്പോഴാണ് ബെൻസ് പറയുന്നത് പോലെ കൂട്ടം തെറ്റി നടക്കുന്ന ആ ഒറ്റയാനെന്ന രീതിയിലേക്ക് ആ ഒരു ക്യാരക്ടർ മാറുന്നത്. അതുപോലെ ബെൻസ് എന്ന ക്യാരക്ടറിനെ ഒറ്റയാനായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ ജോർജ് എന്ന വില്ലൻ ക്യാരക്ടറിനെ ഒരു പാമ്പെന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ബെന്നി എന്ന ക്യാരക്ടർ ഈ ജോർജ് എന്ന ക്യാരക്ടറിനെ കാട്ടിലെ രാജാവാണ് എന്ന രീതിയിൽ സിംഹമായിട്ടെല്ലാം ഉപമിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇത് കൂടാതെ ഈ ക്യാരക്ടറിനെ പാമ്പെന്ന രീതിയിൽ പല സീനുകളിലും കാണിച്ചിട്ടുണ്ട്. അതായത് ജോർജ് പവിയുടെ ഡെഡ് ബോഡിയുമായി കാട്ടിലേക്ക് പോകുന്ന സമയത്ത് അതുവരെ പാവത്താനായി പതുങ്ങിയിരുന്ന ജോർജ് സാർ പെട്ടെന്ന് തനി സ്വരൂപം കാണിച്ചതിന് ശേഷം പിന്നീട് വരുന്നൊരു സീനിൽ നമ്മളെ കാണിക്കുന്നത് ഇതുപോലെ പതുങ്ങിയിരിക്കുന്ന ഒരു പാമ്പിനെയാണ്. ഇതുകൂടാതെ പല ഷോട്ടുകളിലും ഈ ഒരു ക്യാരക്ടർ പാമ്പിനെ പോലെ നാക്ക് നീട്ടുന്നതായി കാണാം. അതുകൂടാതെ ഈ ജോർജ് എന്ന ക്യാരക്ടർ 2 സീനുകളിൽ പാമ്പിനെ പറ്റി പറയുന്നുണ്ട്. ഒരിക്കൽ ബെന്നിയോട് പുണ്യാളന്റെ പാമ്പ് നമ്മളെ വിഴുങ്ങുമല്ലോടാ എന്നും പവിയെ കൊല്ലുന്ന സീനിൽ പാമ്പാണെങ്കിലും പുഴുവാണെങ്കിലും കൊന്നിരിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കൂടാതെ ആദ്യമെല്ലാം പാവമെന്ന് കാണിക്കുന്ന ഈ ജോർജ് എന്ന ക്യാരക്ടർ പിന്നീട് വില്ലൻ ആയിരുന്നു എന്ന് കാണിച്ചതിന് ശേഷം സ്റ്റേഷനിൽ CCTV ഫിറ്റ് ചെയ്യുന്ന സീനുകളിൽ ബാക്ക്ഗ്രൗണ്ടിലായി ഒരു പാട്ട് കേൾപ്പിക്കുകയും ആ പാട്ടിന്റെ വരികളുടെ അർത്ഥമായി കാണിക്കുന്നത് ലോർഡ് ഓഫ് വെനം, വിഷത്തിന്റെ രാജാവ്, ഷാഡോ ക്ലോക്ക്ഡ് സർപ്പന്റ്, സ്വഭാവം മറച്ചു വെച്ചിരിക്കുന്ന ഒളിച്ചിരിക്കുന്ന സർപ്പം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിലെല്ലാമാണ്. ഇങ്ങനെ ചിത്രത്തിൽ ഉടനീളം ഈ ജോർജ് എന്ന ക്യാരക്ടറിനെ പാമ്പെന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ബെൻസ് എന്ന ക്യാരക്ടറിന് വണ്ടിയോട് ഇഷ്ടമാണ് എന്ന് പറയുന്നത് പോലെ ബെൻസിന്റെ ചെറുപ്പത്തിലുള്ള ചിത്രങ്ങൾ കാണിക്കുന്ന സമയം അവിടെ മിക്ക ഫ്രെയിമുകളിലും കാറുകളും മറ്റും യൂസ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇങ്ങനെ ഇവരുടെ പഴയകാലം കാണിക്കുന്ന സമയം ഒരു ചിത്രത്തിലായി 5 പേർ നിൽക്കുന്നതായി കാണാം. അതിലൊന്ന് ബെൻസും, രണ്ടാമത് വിജയസിന്റെ ക്യാരക്ടറും, 3 ഇളവരസ് എന്ന ക്യാരക്ടറും, 4 മാസ്റ്ററുമാണ്. എന്നാൽ 5ാമത്തെ ക്യാരക്ടർ ആരാണെന്ന് അവിടെ വ്യക്തമാക്കിയിട്ടില്ല. എന്നിരുന്നാലും മാസ്റ്ററിന്റെ മരണം നടക്കുന്ന സമയം ഇവിടെ ബെൻസിന്റെയും ഇളവരസിന്റെയും കൂടെ വിഷമിച്ചു നിൽക്കുന്ന ഈ ഒരു ക്യാരക്ടറിനെയായിരുന്നു ഇവിടെ കാണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം ഈ ബെൻസും ഇളവരസുമെല്ലാം ഡ്യൂപ്പുകളായി ഫൈറ്റ് സീനുകളിൽ നായകന് ഡ്യൂപ്പ് ചെയ്യുന്നവരായിട്ടാണ് നേരത്തെ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യങ്ങൾ കാണിച്ചു പോകുമ്പോൾ ക്യാമറ പെട്ടെന്ന് മൂവ് ചെയ്തു പോകുമ്പോൾ അവിടെ ദ ക്വയറ്റ് ഹീറോസ് എന്ന് അറിയപ്പെടാതെ പോകുന്ന നിശബ്ദരായിട്ടുള്ള ഹീറോസ് എന്ന് എഴുതിയിരിക്കുന്നതായി കാണാം. ബെൻസ് ശബരിമലയിലെ ഓട്ടത്തിന് പോയിട്ട് വന്നിരിക്കുന്ന ഒരു ദിവസം അവരുടെ മുറി കാണിക്കുമ്പോൾ അവിടെ പിന്നീട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായി കാണിക്കുന്ന ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന അരവണകൾ വെച്ചിരിക്കുന്നതായി കാണാം. ഇതിനുശേഷം ഇതെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തതിന് ശേഷം ബെൻസ് ആ കാർ എടുക്കാനായി ഒരു രാത്രി വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതായി കാണിക്കുമ്പോൾ മറ്റുള്ളവർക്കെല്ലാം കൊടുത്തതിന്റെ ബാക്കിയായിരിക്കുന്ന ഒരു അരവണയുടെ ടിൻ മാത്രം അവിടെ ഇരിക്കുന്നതായും കാണാം. ബെൻസിന്റെ മകന്റെ ക്യാരക്ടറായി പവി എന്നാണ് പറയുന്നത്. മകളുടെ പേരായി അവളുടെ മുറിയിലിരിക്കുന്ന ട്രോഫിയിൽ നിന്നും പവിത്ര എന്ന് കൊടുത്തിരിക്കുന്നതായി കാണാം. സോ ഇവരുടെ 2 പേരുടെയും പേരുകൾ ചേർത്തുകൊണ്ടാണ് ആ മില്ലിന് പവിത്രം എന്ന പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിലെ പവിത്രം എന്ന സിനിമയുടെ ഒരു റെഫറൻസ് കൂടിയാകാം ഇത്. കാരണം മോഹൻലാലിന്റെ പല സിനിമകളുടെയും പല റെഫറൻസുകളും ഈ ചിത്രത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മണിയൻ എന്ന ക്യാരക്ടർ കഞ്ചാവും മറ്റും യൂസ് ചെയ്തിരുന്നതായി സിനിമയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ അയാളുടെ ഹെൽമെറ്റിലായി കഞ്ചാവിന്റെ ചിത്രം കൊടുത്തിരിക്കുന്നതായും മോഹൻലാലിന്റെ 20ാം നൂറ്റാണ്ടിന്റെ റെഫറൻസ് പോലെ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന ഡയലോഗ് അതിൽ എഴുതി വെച്ചിരിക്കുന്നതായി കൂടി കാണാം. ഇവരുടെ വീട് കാണിക്കുമ്പോൾ അവിടെ ഒരു മുറിക്കുള്ളിൽ കുറെ ചിത്രങ്ങളും മറ്റും വരച്ചിട്ടിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. അതിന്റെ ഒരു സൈഡിലായി ഇവരുടെ ഫാമിലിയെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ആ 4 പേരുടെ ചിത്രവും കാറും കിടക്കുന്നതായി കാണാം. സോ പിന്നീട് മറ്റൊരു ഭാഗത്ത് ബെൻസും ലളിതയുമായി ചെറിയ വഴക്കുണ്ടാകുമ്പോൾ മകൾ അവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കുന്നതായി കാണാം. സോ അതിൽ നിന്നും ആ മകൾ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. സിനിമയുടെ തുടക്കം ഈ പവിത്ര എന്ന മകൾക്ക് മറ്റേതോ റിലേഷൻ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ടെങ്കിലും പിന്നീട് മകൾക്കല്ലായിരുന്നു പകരം പവി എന്ന ക്യാരക്ടറിനായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ സിനിമയുടെ തുടക്കത്തിൽ ലളിത ബെൻസുമായി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മകൾ മറ്റാരോടോ സംസാരിച്ചു കൊണ്ടിരുന്നു എന്നെല്ലാം പറയുന്ന സമയം പവി അത് കേട്ട് ചെറുതായി പരിങ്ങുന്നതായി കാണാം.
മാസ്റ്ററുടെ ഓർമ്മകൾ കാണിക്കുന്ന സമയം അവിടെ മാസ്റ്ററുടെ റൂമിലായി ഒരുപാട് അവാർഡുകളും മറ്റും ഇരിക്കുന്നതായി കാണാം. എന്നാൽ ഇതുകൂടാതെ അവിടെ താഴെയായി പണ്ടത്തെ സിനിമയുടെ പ്രിന്റ് വന്നിരുന്ന സിനിമാ പെട്ടി ഇരിക്കുന്നതായും അതിനു മുകളിലായി അതിന്റെ ഫിലിമുകളുടെ ചെറിയ ബോക്സുകൾ ഇരിക്കുന്നതായും കാണാം. ബെൻസ് എന്ന ക്യാരക്ടർ മുരുകൻ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തനാണെന്നെല്ലാം കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുകൂടാതെ ഈ ബെൻസിനെ ആനയുമായി ഉപമിക്കുന്നത് കൊണ്ട് ബെൻസിന്റെ കാറിലായി മുരുകന്റെ സഹോദരനായിട്ടുള്ള ഗണപതിയുടെ ഒരു ശില്പവും, കൂടാതെ ബെൻസ് പിന്നീട് വയലന്റ് നേച്ചറിലേക്ക് മാറുന്ന സമയം ബെൻസിനെ കാണിക്കുന്ന ഷോട്ടിൽ തൊട്ടുപുറകിലായി വിനായക ലോഡ്ജ് എന്ന് കൊടുത്തുകൊണ്ടും ആ ആനയുമായി കണക്ട് ചെയ്തിരിക്കുന്നതായി കാണാം. ഇതുപോലെ തന്നെ സിനിമയിൽ പല സീനുകളിലും ബെൻസ് എന്ന ആ ക്യാരക്ടർ പലതരം നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ എപ്പോഴെല്ലാമാണോ ബെൻസ് വയലന്റ് നേച്ചറിലേക്ക് മാറുന്നത്, ആ സമയങ്ങളിൽ ബെൻസ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ആ ഒരു അയ്യപ്പ ഭക്തന്റെ വേഷത്തിലേക്ക് മാറുന്നതായി കാണാം. സോ ഇതിന് കാരണം ഈ ഒരു മുരുകൻ എന്ന് പറയുന്നത് ലോർഡ് ഓഫ് വാർസ്, യുദ്ധങ്ങളുടെ ദേവൻ എന്നാണ് അറിയപ്പെടുന്നത്. സോ ബെൻസ് വയലൻസിലേക്ക് മാറുമ്പോൾ ഈ ഒരു വേഷത്തിലേക്ക് തന്നെ തിരിയുന്നതായി കാണിക്കുന്നതും ഇതുകൊണ്ടാകാം. കൂടാതെ ബെൻസിന്റെ ആ കറുത്ത കാറ് ബെൻസിനെ സൂചിപ്പിക്കുന്നത് പോലെ ആ ഒരു ആനയെ സൂചിപ്പിക്കാനായിട്ടായിരിക്കാം ഉപയോഗിച്ചിരിക്കുന്നത്. ബെൻസ് മണിയനുമായി സംസാരിക്കുന്ന ഒരു സീനിൽ ബെൻസിന്റെ ഫോണിന്റെ വാൾപേപ്പർ കാണിക്കുന്നുണ്ട്. എന്നാൽ ആ സമയം അത് വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അത് ബെൻസും മാസ്റ്ററുമൊത്തുള്ള ഒരു പഴയ ചിത്രമാണെന്ന് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെ ബെൻസ് പവിക്ക് വാട്സപ്പ് മെസ്സേജുകൾ അയക്കുമ്പോൾ പവിയുടെ മൊബൈലിലായി ബെൻസിന്റെ DP ആയി കൊടുത്തിരിക്കുന്നതും മുരുകന്റെ ചിത്രമാണെന്ന് കാണാം. സിനിമയിലെ ഒരു പാട്ട് സീനിൽ പവി ആ ഒരു പട്ടിയുമായി നിൽക്കുന്ന സമയം തൊട്ടടുത്തുള്ള പ്രാവിൻകൂട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് പഴയതിൽ നിന്നും തടികൾ കൂട്ടി അടിച്ചുകൊണ്ട് ഹൈറ്റ് കൂട്ടി വെച്ചിരിക്കുന്നതായി കാണാം. ഒരുപക്ഷെ ഈ പട്ടി ചെറുപ്പം മുതൽ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണെന്നും പിന്നീട് വളർന്നു വലുതായതാണെന്നും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താഴ്ത്തി വെച്ചിരുന്ന ആ കൂട് വളർന്നു വരുന്ന പട്ടി ശല്യപ്പെടുത്തിയപ്പോഴാകാം അവർ അത്തരത്തിൽ തടികൾ കൂട്ടിയടിച്ച് ഉയരത്തിലേക്ക് മാറ്റിയത്. ബെൻസ് ആ കാർ വർഷങ്ങളോളമായി യൂസ് ചെയ്യുന്നതാണെന്നും സ്ഥിരമായി അത് കംപ്ലൈന്റ് ആകാറുണ്ടെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബെൻസ് ഇങ്ങനെ വർഷങ്ങളോളം യൂസ് ചെയ്ത് പലപ്പോഴായി മാറ്റിയിട്ടുള്ള ആ വണ്ടിയുടെ ടയറുകൾ പല സ്ഥലത്ത് കിടക്കുന്നതായും ചെടികൾ അതിൽ വെച്ചിരിക്കുന്നതായും കാണിക്കുന്നു. ഒരു സീനിൽ ലളിതയും മക്കളും ഫേസ് മാസ്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബെൻസ് TV കണ്ടുകൊണ്ടിരിക്കുന്നതായും അതെല്ലാം മാറ്റിവെച്ച് TV കാണാനായി അവരെ നിർബന്ധിക്കുന്നുമുണ്ട്. ഇതിന് കാരണം ആ സമയം TVയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബെൻസിന്റെ പഴയ പാഷനായിരുന്ന ആ ഫൈറ്റിംഗ് സീനുകളായിരുന്നു. കൂടാതെ ആ സമയം അവിടെ പ്ലേ ചെയ്തിരിക്കുന്നത് ചിന്താമണി കൊലക്കേസ് എന്ന ചിത്രമാണ്. അതും ഈ ചിത്രത്തെ പോലെ തന്നെ ഒരു മർഡറുമായി ബന്ധപ്പെട്ട കഥയാണെന്ന് മാത്രമല്ല, ഈ ചിത്രത്തിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള രഞ്ജിത്ത് തന്നെയായിരുന്നു ചിന്താമണി കൊലക്കേസ് നിർമ്മിച്ചിരുന്നത്. ഇളവരസ് ബെൻസിനെ കോൾ ചെയ്യുന്ന സീനിൽ ലളിതയെയും മകൻ പവിയെയും പറ്റി തിരക്കുന്നുണ്ട്. എന്നാൽ പവിത്ര എന്ന മകളെ പറ്റി തിരക്കുന്നതായിട്ടേ കാണിച്ചിട്ടില്ല. ഇതിന് കാരണം ബെൻസ് ഇളവരസിനെയും മാസ്റ്ററിനെയും എല്ലാം വിട്ട് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് പവിയും ലളിതയും മാത്രമേ ബെൻസിന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇതുകൊണ്ടാണ് ഇളവരസ് അവരുടെ കാര്യം എടുത്തു തന്നെ ചോദിക്കുന്നതായി കാണിക്കുന്നത്. കൂടാതെ ഇവർ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്നവരായതുകൊണ്ട് തമിഴ് ഫ്രീഡം ഫൈറ്റർ സുബ്രഹ്മണ്യ ഭാരതിയുടെ ചിത്രം കൊടുത്തിരിക്കുന്നതായും ബെൻസ് ഒരു ഇളയരാജ ഫാൻ ആയതുകൊണ്ട് ഒരു സീനിൽ ഇവരുടെ വീട്ടിൽ ഇളയരാജയുടെ ചിത്രം ഒട്ടിച്ചു വെച്ചിരിക്കുന്നതായും കാണാം. അതേ ഷോട്ടിൽ തന്നെ ബെൻസിന്റെ കാർ പ്രാന്തിനെ സൂചിപ്പിക്കുന്നത് പോലെ ഷെൽഫിലായി കാറിന്റെ ചെറിയ മോഡലുകളും മറ്റും ഇരിക്കുന്നതായും കാണിക്കുന്നു. അതുപോലെ തന്നെ ഫ്ലാഷ് ബാക്ക് സീനുകൾ കാണിക്കുമ്പോൾ ബെൻസ് പവിയുടെ അടുത്തേക്ക് പോകുന്ന സീനിൽ പവിയുടെ അച്ഛനായി വരുന്ന വിജയ് സേതുപതിയുടെ ക്യാരക്ടർ യൂസ് ചെയ്തിരുന്ന ബൈക്കിൽ കരുണാനിധിയുടെ ചിത്രം ഒട്ടിച്ചു വെച്ചിരിക്കുന്നതായും ബ്ലറായിട്ടുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ബെൻസ് എന്ന ക്യാരക്ടർ ഒരു മുരുക ഭക്തനാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ഈ ബെൻസിന്റെ യഥാർത്ഥ പേരായി പറയുന്ന ഷൺമുഖൻ എന്നതും ഈ മുരുകന്റെ മറ്റൊരു പേര് തന്നെയാണ്. ഈ ചിത്രം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ദുരഭിമാന കൊലകളെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മണിയൻ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ബെൻസും കൂട്ടരും മണിയന്റെ വീട്ടിലേക്ക് പോകുന്ന സീനിൽ അവിടെ തൊട്ടടുത്തുള്ള ഭിത്തിയിലായി ഇങ്ങനെ കേരളത്തിൽ ദുരഭിമാനത്തിന്റെ കാരണമായി മരണപ്പെട്ടിട്ടുള്ള കെവിനെയും കാമുകി നീനുവിനെയും കുറിച്ചുള്ള ഓർമ്മകൾ എഴുതിയിട്ടിരിക്കുന്നതായി കാണാം. കൂടാതെ കെവിന്റെയും നീനുവിന്റെയും ജീവിതത്തിൽ നടന്നതുപോലെ കെവിന്റെ മരണത്തിന് ശേഷം നീനു കെവിന്റെ വീട്ടിൽ തുടരുന്നത് പോലെ ചിത്രത്തിലും അവസാനം മേരി ലളിതയുടെയും മറ്റും കൂടെയാണെന്നും കാണിക്കുന്നു. അതുപോലെ ഈ ചിത്രത്തിൽ പല ഭാഗത്തായി കുട്ടികളെ സംരക്ഷിക്കുന്നതിനെ പറ്റി, കുട്ടികളുടെ സേഫ്റ്റിയെ പറ്റിയുള്ള പോസ്റ്ററുകളും മറ്റും കൊടുത്തിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ പവി എന്ന ക്യാരക്ടറിനെ കൊല്ലുന്നതായി കാണിക്കുന്നത് കൊണ്ടാകാം ഇങ്ങനെ ചിത്രത്തിൽ കുട്ടികളുടെ സേഫ്റ്റിയെ പറ്റിയുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് കാണിച്ചു പോയത്. പവിയുടെ ഡെഡ് ബോഡി മറവ് ചെയ്യാനായി കൊണ്ടുപോകുമ്പോൾ ബെൻസ് വാശി പിടിക്കുന്ന സീനിൽ ജോർജ് നിന്നെ അറിയിക്കാതെ ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം കരുതിയത് എന്ന് പറയുന്നുണ്ട്. സോ ഇങ്ങനെ അറിയിക്കാതെ ചെയ്യാനായി പോകുന്ന ഒരു സീൻ സിനിമയിൽ കാണിച്ചിരുന്നു. അതായത് ഒരു ഭാഗത്ത് വെച്ച് വണ്ടി ഓവറായി ഹീറ്റ് ആകുമ്പോൾ ബെന്നി തനിക്ക് വണ്ടി ഓടിക്കണമെന്നും വണ്ടി ഓടിച്ചാൽ മാത്രമേ തൻ്റെ ദേഷ്യം തീരുകയുള്ളൂ എന്നും പറയുന്ന സമയം
ജോർജ് എങ്കിൽ നീ വണ്ടി ഓടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷിനോട് കൂടെ പോകാനായി പറയുന്നുണ്ട്. ഒരുപക്ഷെ ആ സമയം ബെൻസ് അതിന് അനുവദിക്കുകയായിരുന്നുവെങ്കിൽ തീർച്ചയായും ബെൻസ് അറിയാതെ ബെന്നി സുധീഷിനെ നിർബന്ധിപ്പിച്ച് ആ ബോഡി മറവ് ചെയ്ത് തിരിച്ചു വരാനായി ശ്രമിച്ചേനെ. ഇതുകൊണ്ടാണ് ബെൻസിനെ അറിയിക്കാതെ കാര്യം നടത്താനാണ് ജോർജ് ആദ്യം തീരുമാനിച്ചതെന്ന് ഇവിടെ വെച്ച് പറയുന്നത്. ചിത്രത്തിന്റെ തുടക്കത്തിൽ ആ തുടരുമെന്ന പേര് എഴുതി കാണിക്കുന്ന സമയത്ത് ആ അക്ഷരങ്ങൾ കുറച്ച് അകലത്തിൽ നിന്നും അടുത്തേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ സമയം ഈ ഒരു ഫാമിലി അത്ര അടുപ്പത്തോടു കൂടിയാണ് കഴിഞ്ഞിരുന്നത്. പിന്നീട് ഇന്റർവെൽ സമയത്ത് തുടരും എന്ന് എഴുതി കാണിക്കുന്ന സമയത്ത് ഇങ്ങനെ അക്ഷരങ്ങളൊന്നും അടുക്കുന്നില്ലെങ്കിലും അതിനെ കൂട്ടി യോജിപ്പിക്കുന്നത് ബ്ലഡ് ആയിരുന്നുവെന്ന് കാണാം. അത് ആ സമയം ഇവരുടെ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്ന ആ ഒരു കൊലപാതകത്തെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നീട് സിനിമയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ആ തുടരുമെന്ന വാക്കിന്റെ അക്ഷരങ്ങൾ നിശ്ചലമായി നിൽക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ആ സമയം അവരുടെ കുടുംബജീവിതം തുടക്കത്തേതിൽ നിന്നും വ്യത്യസ്തമായി മൊത്തത്തിൽ തകർന്നിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ജോണി വാക്കറിന്റെ മമ്മൂട്ടി ചിത്രത്തിലെ ശാന്തമീ രാത്രിയിൽ എന്ന ഗാനം മനോഹരമായി ഈ ചിത്രത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ജോണി വാക്കറിന്റെ ചിത്രത്തിൽ നായകന്റെ കോളേജിൽ പഠിക്കുന്ന അനിയനും അവന്റെ നിരാശയായി നടക്കുന്ന കാമുകയും ഈ അനിയൻ വില്ലന്മാരാൽ കൊല്ലപ്പെടുന്നതും നായകൻ പ്രതികാരം ചെയ്യുന്നതും അവസാനം നായകൻ മരണത്തിലേക്ക് നീങ്ങുന്നതുമാണ് കാണിക്കുന്നത്. ഏകദേശം ഇതുപോലെ തന്നെയാണ് ഈ തുടരുമെന്ന ചിത്രത്തിലെ നായകന്റെ മകൻ കോളേജിൽ പഠിക്കുന്നതും നിരാശയായി നടക്കുന്ന കാമുകിയുള്ളതും വില്ലന്മാരാൽ മകൻ കൊല്ലപ്പെടുന്നതും നായകൻ വില്ലന്മാരെ കൊന്ന് അവസാനം ജയിലിലേക്ക് പോകുന്നതായിട്ടും കാണിക്കുന്നത്. സോ ഇതുകൊണ്ടായിരിക്കാം ആ ഒരു ചിത്രത്തിലെ ഗാനം തന്നെ ഇവിടേക്ക് യൂസ് ചെയ്തത്. ചിത്രത്തിൽ മഴയെന്ന കാര്യത്തെ യൂസ് ചെയ്തിരിക്കുന്നത് അവരുടെ ദുഃഖത്തെ പോലെയാണ്. സങ്കടങ്ങളുള്ള സീനുകളിലാണ് ഈ മഴയെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ തുടക്കത്തിൽ അവർ സന്തോഷകരമായി ഇരിക്കുന്ന സീനുകളിൽ ഒന്നും തന്നെ മഴ പെയ്യുന്നില്ല എന്നും ബെൻസ് തന്റെ കാറിലുണ്ടായിരുന്ന ആ ബോഡി തന്റെ മകന്റെയാണോ എന്ന് സംശയിച്ചതിന് ശേഷം മുതൽ മഴ തുടങ്ങുന്നതായും പ്രതികാരം എല്ലാം ചെയ്ത് അവസാനിപ്പിച്ചതിന് ശേഷം വീണ്ടും മഴ അവസാനിക്കുന്നതായിട്ടും കാണാം. ഈ ബെൻസ് എന്ന ക്യാരക്ടറിനെ ആനയോട് ഉപമിച്ചുകൊണ്ടാണ് കാണിച്ചിരിക്കുന്നതെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചില്ല് തകർത്തുകൊണ്ട് ബെൻസ് ചാടി വരുന്ന സീനിൽ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന BGM ഉത്സവത്തിനും മറ്റും ആനയെ എഴുന്നള്ളിക്കുമ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു BGM ആണ്. കൂടാതെ അവസാനം ജോർജ് സാറുമായിട്ടുള്ള ഫൈറ്റിൽ ബെൻസ് ആ ലിവർ എടുത്ത് കടിച്ചു പിടിച്ചിരിക്കുന്ന സീനിലും ഇതേ BGM തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ ബെൻസ് ആ ഒരു ലിവർ കടിച്ചു പിടിച്ചിരിക്കുന്നത് ആനയുടെ കൊമ്പെന്ന് പറയുന്ന ആ പല്ലുകളെ സൂചിപ്പിക്കുന്നത് പോലെയാണ്. സിനിമയുടെ തുടക്കത്തിൽ പവിത്രയ്ക്ക് പ്രണയമോ മറ്റോ ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച് ലളിത ബാത്റൂമിൽ ഇട്ട് പൂട്ടുന്നതായും പവിത്ര ബെൻസിനോട് തുറന്നുവിടാൻ അപേക്ഷിക്കുന്നതനുസരിച്ച് ബെൻസ് വന്ന് തുറന്നുവിടുന്നതായും കാണിക്കുന്നുണ്ട്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സിനിമയുടെ അവസാനത്തിൽ ജോർജ് സാറിന്റെ മകൾക്ക് പ്രണയമുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് മേരി എന്ന മകൾ ബാത്റൂമിൽ കയറി ഒളിക്കുന്നതായും ഇതുപോലെ ഉപദ്രവിക്കല്ലേ എന്ന് സഹായം കേഴുന്നതായും എന്നാൽ ജോർജ് സാർ വാതിൽ പൊളിച്ചുകൊണ്ടുവന്ന് മേരിയെ ഉപദ്രവിക്കുന്നതായും കാണിക്കുന്നത്. ഇങ്ങനെ ഏകദേശം ഒരുപോലെ തന്നെ വന്നിരിക്കുന്ന രണ്ട് സീനുകൾ കാണിച്ചുകൊണ്ട് ഈ രണ്ട് ക്യാരക്ടറുകളുടെയും സ്വഭാവത്തിലെ വൈരുദ്ധ്യം വ്യക്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജോർജ് ബെൻസിന്റെ മകനെ കൊന്ന് കള്ളക്കേസിൽ കുടുക്കി കോടതിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സീനിൽ നിരാശനായി ബെൻസ് നിൽക്കുന്ന സമയം ജോർജിന്റെ തലയ്ക്ക് മുകളിലായി ഒരു ബോർഡ് കൊടുത്തിരിക്കുന്നതായി കാണാം. അതിൽ ദ ലോ ഈസ് വാട്ട് വി ലീവ് വിത്ത്, ദ ജസ്റ്റിസ് ഈസ് സംടൈംസ് ഹാർഡ് ടു അച്ചീവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് നിയമം അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്, എന്നാൽ പലപ്പോഴും നീതി നേടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ്. സോ നീതി നിഷേധിക്കപ്പെട്ട, നീതി നേടിയെടുക്കാൻ പാടുപെടുന്ന ബെൻസിന്റെ ആ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് നിയമപാലകനായിട്ടുള്ള ജോർജിന്റെ തലയ്ക്ക് മുകളിൽ ആ ബോർഡ് ഇരിക്കുന്നതായി ആ സീനിൽ കാണിച്ചത്. മറ്റൊന്ന് മാസ്റ്റർ എന്ന ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ അയാൾ ഇടത് കൈ കൊണ്ട് ഇടിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് മാസ്റ്ററിന്റെ ശിഷ്യനായിരുന്ന ബെൻസും ഫൈറ്റിനിടയിൽ ഇടത് കൈ തന്നെ പ്രധാനമായും യൂസ് ചെയ്യുന്നതായി കാണിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ ചിത്രത്തിന് തുടരുമെന്ന പേര് തന്നെ മനോഹരമായി ചേരുന്നതെന്ന് നോക്കാം. നമുക്കറിയാം, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ദുരഭിമാന കൊലകളാണെങ്കിലും പോലീസുകാരും മറ്റും ചേർന്നുകൊണ്ട് നിരപരാധികളെ കുറ്റവാളികളാക്കുന്നതും അവരുടെ ജീവിതം തകർക്കുന്നതുമെല്ലാം കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇനിയും തുടർന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. സോ ഇത്തരത്തിലാണ് ചിത്രത്തിന് ഇത്തരമൊരു പേര് തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി സിനിമയിൽ വന്നിട്ടുള്ള ഒരു പ്രധാന മിസ്റ്റേക്കിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത് പവിയുടെ മരണത്തിന് ശേഷം ബോഡി മറവ് ചെയ്ത് പിന്നീട് വരുന്ന ദിവസം സ്റ്റേഷനിൽ CCTV ഫിറ്റ് ചെയ്യുന്നതായും ആ സമയം കഥ നടന്നുകൊണ്ടിരിക്കുന്നത് 5ാം മാസത്തിലാണെന്ന് വ്യക്തമായി കാണിക്കുന്നുമുണ്ട്. എന്നാൽ ഈ സമയം അങ്ങോട്ടേക്ക് വരുന്ന മണിയന്റെ അച്ഛനും അമ്മയും മണിയനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുമ്പോൾ
6-ാം മാസം മുതൽ കാണാതെ പോയിരിക്കുന്നുവെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. സോ 5-ാം മാസം സിനിമയുടെ കഥ നടക്കുമ്പോഴാണ് ഓൾറെഡി 6-ാം മാസം മുതൽ മകനെ കാണാനില്ല എന്ന് പരാതി കൊടുത്തിരിക്കുന്നത്. സോ ഈ മണിയന്റെ മിസ്സിങ്ങുമെല്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി സിനിമയിൽ വന്നിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് സംഭവിച്ചു പോയിട്ടുള്ള ആ ഒരു മിസ്റ്റേക്കിനെ കുറിച്ച് ഇവിടെ പറഞ്ഞത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ ചിത്രത്തിലൂടെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതുപോലെ കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അതുവരെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.